മോനെ 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 എന്ന് വിളിച്ച് തൊഴുത് അവന്റെ കാലിൽ പിടിക്കുന്ന തൊഴു അങ്ങഴിച്ച് മാറി നിൽക്കും. പിതാവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. വെള്ളറടയിൽ നടന്നത് നാടിനെ നടുക്കിയ അരുംകൊല. 2019 ചൈനയിൽ നിന്ന് മെഡിസിൻ പൂർത്തിയാക്കി നാട്ടിലെത്തിയതു മുതൽ പ്രജിൻ മാതാപിതാക്കൾക്ക് പേടി സ്വപ്നമായിരുന്നു. ഓരോ ദിവസവും മാതാപിതാക്കളെ ക്രൂരമായി മർദ്ദിച്ചു. ഏറ്റവും കൂടുതൽ മർദ്ദനം നേരിടേണ്ടി വന്നത് പിതാവ് ജോസിന്. അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് ആഭിചാരമാണെന്നാണ് പ്രാഥമിക നിഗമനം. അതിനകത്ത് കയറുമ്പോൾ നമ്മൾ തന്നെ അന്തം വരും. ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു കുട്ടി കൈകാര്യം ചെയ്യുന്ന റൂമല്ല. അതിനകത്ത് നമ്മൾ കാണുമ്പോൾ കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങളുണ്ട്, മറ്റ് പലതരത്തിലുള്ള. ഞങ്ങൾ ഇപ്പോൾ അത് തിരക്കി വന്നപ്പോൾ ഈ സാത്താൻ സേവ ചെയ്യുന്ന അവരെല്ലാം ഇത്തരത്തിൽ ഉപയോഗിക്കും എന്നുള്ള രീതിയാണ്. ഈ പാട്ട് പോലും അമ്മ പറഞ്ഞു അവിടെ പാട്ട് അവൻ ഇടുന്നതല്ല, വ്യത്യസ്തമായ പാട്ടാണ്. 28 വെട്ടുവെട്ടി പ്രജിൻ അച്ഛനെ കൊലപ്പെടുത്തിയതിന് സാക്ഷി പ്രജിന്റെ അമ്മയാണ്. 2 കൈയും മുറുക്കി എൻ്റെ ഹസ്ബൻഡിനെ ഇടിക്കാനായിട്ട് ഇങ്ങനെ വന്നത് ഞാൻ ഇടയിൽ ഇങ്ങനെ വീണ്. ഇവൻ നിന്നത് കണ്ട ആരും പേടിച്ചു പോകും. ആ രീതിയിൽ മൃഗീയമായിട്ടുള്ള എന്നിട്ട് ചെവരില് ആ 2 കൈയൊക്കെ ഇടിച്ച് അങ്ങ് മാറി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം കൊല്ലപ്പെട്ട ജോസിന്റെ ശരീരത്തിലുണ്ടായിരുന്നത് കാലങ്ങളായി ഉണ്ടായിരുന്ന മുറിവുകൾ. കാലങ്ങളായി പ്രജിൻ മാതാപിതാക്കളെ മർദ്ദിക്കുമായിരുന്നു എന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു. ഞങ്ങൾ വാസ്തവത്തിൽ കരഞ്ഞു. ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അമ്മ പറഞ്ഞ വാക്കുകൾ, ഒരു വീട്ടിൽ മർദ്ദനം, ഈ അമ്മയെയും ഈ പിതാവിനെയും പിതാവിൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പമായി. അപ്പോഴെല്ലാം കൈകൂപ്പി തല കുനിച്ച് പിതാവ് ഇരുന്നു. സഹോദരിയെ സ്വർഗത്തിലേക്ക് അയക്കുമെന്നും വീട്ടുകാരെ മുഴുവൻ കൊല്ലുമെന്നും പറഞ്ഞ പ്രജിനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് സാത്താൻ സേവയും ആഭിചാരവുമാണെന്നാണ് സംശയിക്കുന്നത്. മുറിയിൽ നിന്ന് കണ്ടെടുത്ത കോടാലിയടക്കം ഇതിനെ സാധൂകരിക്കുന്നു. നമ്മൾ പറയും മോനെ പൈസ ഇല്ല, അപ്പോൾ നമ്മളെ കഥവടച്ച് വെളിയിലാക്കിയിട്ട് മൊത്തവും പരിശോധനയായിരിക്കും. എല്ലാം വലിച്ച് താഴെ ഇറക്കി പിന്നെ ഏതെങ്കിലും കിട്ടുമെങ്കിൽ അവൻ അങ്ങ് എടുക്കും. അവനെ എനിക്ക് പേടിയാണ്, എപ്പോഴും പേടിയുണ്ട്. മാനസികമായ ഒരു വിഭ്രാന്തി കൊണ്ടുണ്ടായതാണെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ഇപ്പോൾ അവൻ്റെ മുറിക്കകത്ത് ഈ അപ്പനും അമ്മയ്ക്കും കയറാനുള്ള സ്വാതന്ത്ര്യം ഇവർ നിശ്ചയിച്ചു. ഇവരതിനകത്ത് കയറാൻ അനുവദിച്ചിട്ടില്ല. അപ്പം അത് പുറം ലോകം അറിയുന്നത്, ഞങ്ങൾ ബന്ധുക്കളായ ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമാവും അരുംകൊലയുടെ അറിയാപ്പുറങ്ങൾ കൂടുതൽ പുറത്തുവരിക.